ഷഹ്റു റമളാൻ അല്ലദീ, നിന്റെ ശരീരത്തിൻ്റെ ഇച്ഛയെ, ആനിമൽ ഇൻസ്റ്റിങ്റ്റിനെ ഭക്ഷണം മുടക്കി തടുത്തു നിർത്തിയ നീ നിന്റെ അസ്തിത്വത്തിൻ്റെ മേൽഘടകമായ മനസ്സിനെ ആകാശത്തിൻ്റെ ഭക്ഷണം കൊടുത്ത് നീ വളർത്തണം. എത്രയോ പൊട്ടന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് ഈ റമദാനിലെ ഈ പട്ടിണി അല്ലേ? മുസ്ലിം പേരുള്ളവനും അല്ലാത്തവനും ഒക്കെ അവൻ അറിയില്ല. അതിസാഹസം ശരീരത്തോട് കാണിക്കരുത്. വളരെ ബാലൻസ്ഡ് ആണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. അതിസാഹസത്തിന് പോകണ്ട. രോഗിയാണ്, രോഗി നോമ്പ് പിടിക്കണ്ട. രോഗി നോമ്പ് പിടിക്കാൻ ഡോക്ടർ വല്ലതും കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കാതിരുന്നു, അത് വേറെ കാര്യം. രോഗി പരിപൂർണമായ വ്രതാനുഷ്ഠാനത്തിലേക്ക് താങ്ങാനാവാത്ത രോഗി പോകണ്ട. ബാലൻസ്ഡ് ആണ് ഇസ്ലാമിൻ്റെത്. കാരണം ഈ അടിസ്ഥാന വികാരത്തെ അടിച്ചമർത്തി ഒരു സന്യാസിയായി മാറാൻ ഉള്ളവനല്ല അവൻ. ആ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിച്ചിവിടത്തെ ഒരുപാട് വ്യവഹാരങ്ങളോട് ബന്ധപ്പെട്ട് ഈ ലോകത്ത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ടവനാണ്. അവനെ നിഷ്ക്രിയനാക്കാൻ ഇസ്ലാം അനുവദിക്കില്ല. നാം എത്തി നിൽക്കുന്ന സമയം വളരെ പ്രധാനമാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ആഗമന മാസത്തിൻ്റെ അഥവാ വിളംബര മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. ഇനി ഒരു വെള്ളിയാഴ്ച കൂടി പിന്നിട്ടാൽ നാം പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയായി. അഥവാ പരിശുദ്ധമായ റമദാൻ എന്ന നമ്മുടെ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട നമ്മിലേക്ക് അയച്ചത് തരുന്ന ഏറ്റവും വിശിഷ്ടനായ ഒരു അതിഥിയുടെ ആഗമനത്തിന് വേണ്ടി ശാരീരികവും മാനസികവുമായി നാം സജ്ജീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ എന്താണ് നാം ഓർക്കേണ്ടത്? എന്ത് പ്രാധാന്യമാണ് ആ മാസത്തിന് നാം കൽപ്പിക്കേണ്ടത്? എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയാണ് സൃഷ്ടാവായ റബ്ബ് നമ്മിലേക്ക് ഇങ്ങനെ ഒരു മാസത്തെ എല്ലാ വർഷങ്ങളിലും നമ്മിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് നാം ചിന്തിക്കുകയും അതിൻ്റെ ഉത്തരം തിരിച്ചറിയുകയും അതനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു ജീവിതം, മനുഷ്യജീവിതം എന്ന് നാം പറയുന്ന ഈ ജീവിതത്തിൽ, അഥവാ മനുഷ്യരായ നാം ഓരോരുത്തരിലും രണ്ട് തരം അസ്തിത്വം അല്ലാഹു നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫജ്റിൻ്റെ അവസാന ഭാഗത്ത് നാം ഒരു മനസ്സിനെക്കുറിച്ച്, നഫ്സുൽ മുത്മഇന്നയെ ചർച്ച ചെയ്തപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മനസ്സിൻ്റെ ഈ പ്രത്യേകമായ തലങ്ങളെ പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു. ഞാൻ പലവട്ടം അത് ആവർത്തിക്കുകയും ചെയ്തു, എന്നാലാവും വിധം. സഹോദരങ്ങളെ, മനുഷ്യനിൽ അല്ലാഹു രണ്ട് തരം വ്യക്തിത്വമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കുള്ള ഭാരിച്ച ബാധ്യത ഈ രണ്ട് തരം അസ്തിത്വം നമ്മളിലുണ്ട് എന്നതാണ്. രണ്ട് അസ്തിത്വങ്ങളിൽ നിന്ന് നാം നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അസ്തിത്വത്തെ നാം കാണുകയും അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയുകയും നമ്മൾ അതിനെ അധമമായ നമ്മുടെ അസ്തിത്വത്തെ, അഥവാ ഒന്ന് മൃഗീയ അസ്തിത്വമാണ്, നമ്മുടെ ആനിമൽ എക്സിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. മൃഗീയമായ നമ്മുടെ അസ്തിത്വം അത് നമ്മളിൽ എല്ലാവരിലുമുണ്ട്. എല്ലാവരിലും ഒരു മൃഗമുണ്ട്. എല്ലാ മനുഷ്യരും ഒരു മൃഗവും കൂടിയാണ്. അതെല്ലാവരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ മൃഗം മാത്രമേ മനുഷ്യരിലുള്ളൂ എന്നാണ് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ നമ്മോട് പറയുന്നത്. മൃഗമേ ഉള്ളൂ, മൃഗത്തിൻ്റെ വികാരങ്ങളേ ഉള്ളൂ, മൃഗങ്ങളുടെ വിചാരങ്ങളേ ഉള്ളൂ, മൃഗങ്ങളുടെ വീക്ഷണങ്ങളേ ഉള്ളൂ, മൃഗത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ലഭിക്കേണ്ടത് എന്ന് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ പറയുമ്പോൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി മനുഷ്യൻ്റെ സൃഷ്ടാവായ അള്ളാഹു നമ്മോട് പറയുന്നു, അല്ല, ഒരു മൃഗമുണ്ട് നമ്മളിൽ, പക്ഷേ അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അധമതലമാണ്. മറിച്ച് നമ്മളിൽ ഉണരേണ്ടത്, നമ്മൾ ഈ ലോകത്ത് പണിയെടുക്കേണ്ടത്
ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പണിയുണ്ടവന്, ഒരുപാട് അധ്വാനമുണ്ടവന്. വലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അള്ളാഹു മനുഷ്യനെ ഈ ലോകത്ത് അധ്വാനിക്കാൻ, പണിയെടുക്കാൻ വേണ്ടി തന്നെയാണ് പടച്ചിരിക്കുന്നത്. അധ്വാനശൂന്യമായ, പ്രയത്നരഹിതമായ ഒരു ജീവിതമല്ല നമുക്ക് വേണ്ടി റബ്ബ് സംവിധാനിച്ചിരിക്കുന്നത്. പണിയെടുത്ത് വളരേണ്ട അവസ്ഥയാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്? തിന്നാനും കുടിക്കാനും ഇണചേരാനുമുള്ള നമ്മുടെ അഭിലാഷങ്ങളെ സാക്ഷാത്കരിക്കാൻ മാത്രമല്ല നമ്മുടെ പണിയെടുക്കൽ. അങ്ങനെയായിരുന്നുവെങ്കിൽ അല്ലാഹു തആല മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുത്ത പോലെ തിന്നാൻ തരുമായിരുന്നു. അതിന് കഴിയാത്തവനല്ല അല്ലാഹ്. വമൻ യതവക്കൽ അലല്ലാഹി, ആരല്ലാഹുവിനെ ഏൽപ്പിക്കേണ്ടതുപോലെ കാര്യങ്ങൾ മുഴുവൻ ഏൽപ്പിക്കുന്നുവോ അവനെ അല്ലാഹു തആല ലറസഖക്കും കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അള്ളാഹ് അവന് ഭക്ഷണം കൊടുത്തേനെ. മുഴുവൻ കാര്യവും അള്ളാഹെ ഒരാൾ ഏൽപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ പദ്ധതിക്കൊത്ത് അവൻ്റെ ഭൗതിക ആവശ്യങ്ങൾ, അന്നപാനാദി കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ എല്ലാം എൻ്റെ അള്ളാഹു നടത്തും എന്ന വിചാരത്തിൽ പടച്ചവൻ്റെ പദ്ധതിക്ക് അനുരോധമായ ഒരാൾ പ്രവർത്തിച്ച് ജീവിച്ചാൽ ലറസഖക്കും കമാ യർസുഖു ത്വയ്ർ, പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അള്ളാഹു അവന് ഭക്ഷണം കൊടുത്തേനെ. തഖുദു ഖിമാസം വതറൂഹു ബിത്താന, ഒഴിഞ്ഞ വയറോടെ കൂട്ടിൽ നിന്ന് പറന്നു പോകുന്ന ആ പക്ഷികൾ നിറവയറോടെയാണ് കൂട്ടിലേക്ക് മടങ്ങുന്നത്. റസൂലുള്ളാഹി. അള്ളാഹ്ക്കിത് കഴിയാത്തതല്ല. പക്ഷെ പടച്ചവൻ നമ്മളെ അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും തിന്ന് ജീവിക്കാനുള്ള അധ്വാനമാണ് നമ്മുടെ അധ്വാനം എന്ന് പറയാൻ പറ്റില്ല. അതിലെല്ലാം അപ്പുറത്ത് നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന ഈ രണ്ട് അസ്തിത്വത്തിൽ ഏറ്റവും അധമമായ അസ്തിത്വത്തിൽ നിന്ന് ഉന്നതമായ ഇൻസാനിയായ എക്സിസ്റ്റൻസ്, മനുഷ്യൻ്റെ അസ്തിത്വം എന്ന് പറയുന്ന ഉന്നതമായ നിലവാരത്തിലേക്ക് നമ്മൾ പടിപടിയായി നമ്മെ വളർത്തുക, ഉയർത്തുക എന്ന വലിയ ദൗത്യത്തിലാണ് നമ്മൾ. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടിയിലൂടെ നാം പോകണം. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ അത് പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. ഏറ്റവും മോശമായ പ്രേരണകൾക്ക് വശംവദമാകുന്ന നമ്മുടെ മനസ്സിൽ നിന്ന് തെറ്റുകളെ കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി ഉണരുന്ന മനസ്സിലേക്കും, പിന്നെ തെറ്റ് ചെയ്താൽ സഹിക്കാനാവാത്ത നന്മയിൽ മാത്രം ആശ്വാസവും ആഹ്ലാദവും അനുഭവിക്കുകയും ചെയ്യുന്ന മുത്മഇന്നത്തായ മനസ്സിൻ്റെ തലങ്ങളിലേക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പണി. ആ അധ്വാനത്തെയാണ് ഈ ലോകത്ത് റബ്ബ് തആല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ജോലിയിൽ നമ്മൾ വിജയിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ഉയരുന്നത്. അല്ലെങ്കിൽ നാം ഒരു മൃഗമായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മളോട് പറയുന്നു, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾക്ക് നാം പരിശുദ്ധ റമളാനിലെ വ്രതം ആക്കിയിരിക്കുന്നു. എല്ലാവർക്കും നിർബന്ധമാക്കിയ പോലെ മുൻഗാമികൾക്കൊക്കെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രത്യേകമായ ചില അച്ചടക്കങ്ങൾ, ചില സൂക്ഷ്മതകൾ നിങ്ങൾക്ക് കൈവരാൻ, അച്ചടക്കരഹിതവും അനിയന്ത്രിതവുമായ ഒരു ജീവിതശീലത്തെ മറികടന്ന് നോമ്പ് നിങ്ങളെ അച്ചടക്കപൂർണമായ ഒരു ജീവിതം, ഒരു ആത്മപാകത നിങ്ങളെ ശീലിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മൃഗീയമായ ശീലങ്ങളെ വളർത്താൻ ശ്രമിച്ചാൽ അതിൽ നാം വളരും, നാം ഒരു നല്ല മൃഗമായി മാറും. എന്നാൽ നമ്മുടെ മാനുഷികമായ നമ്മുടെ ഗുണങ്ങളെ, ശീലങ്ങളെ നമ്മൾ വളർത്താൻ ശ്രമിച്ചാൽ നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറും. പ്രിയപ്പെട്ടവരെ, അതതിൻ്റെ സീമകൾ, അത് ഉയർന്ന തലത്തിലേക്ക് നാം കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ നില മലക്കിയായ അവസ്ഥകളെ പ്രാപിക്കും. മലക്കുകളുടെ ഒരു ഉന്നത നിലവാരമുണ്ട്. ആ നിലവാരത്തിലേക്ക് നാം എത്തുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോടും മലക്കുകളോടും അടുത്തിരിക്കാൻ നാം പാകതയുള്ളവരാകുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ നമ്മുടെ മൃഗവാസനകളെ തോൽപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നാം എത്തി നോക്കി അകം മറക്കാതെ പുറത്തെ മാത്രം ഓർക്കുകയും പുറം മാത്രം പരിഗണിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് മാറി അകത്തെ പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തണം. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് തന്നിരിക്കുന്നത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും നമ്മുടെ പുറം പരിഗണിക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും ജാഗരൂകരാണ്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു കേടുണ്ടായാൽ, ഏതെങ്കിലും ഒരു അപാകത ഉണ്ടായാൽ അപ്പോൾ തന്നെ നമ്മുടെ ശരീരം നന്നായിട്ട് പരിഗണിക്കും. നമ്മൾ ഒരു ഷുഗർ വന്നാൽ അപ്പോൾ തന്നെ പരിശോധിച്ച് ഷുഗറിൻ്റെ ലെവൽ നോക്കി അത് നിയന്ത്രിക്കും. ശരീരത്തെ നമ്മൾ പരിഗണിക്കും. പ്രഷറിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ അത് പരിശോധിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നാം ഉറപ്പിക്കും. പ്രഷർ നോക്കും, ഷുഗർ നോക്കും. അതുപോലെ തന്നെ നമുക്ക് വിശപ്പുണ്ടായാൽ നമ്മൾക്ക് ഭക്ഷണം കൊടുക്കും, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കും. ദാഹമുണ്ടായാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശരീരത്തിന് വെള്ളം കൊടുക്കും. ഇതൊക്കെ അല്ലാഹു തആല നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി നമുക്കല്ല തന്ന വലിയ അനുഗ്രഹമാണ്. ശരീരത്തെ നിലനിർത്താൻ, ശരീരം നിലനിന്നാലേ നമ്മുടെ മനസ്സ് ആത്മാവ് നിലനിൽക്കൂ. ശരീരത്തെ നിലനിർത്താൻ അല്ല തന്ന വലിയ അനുഗ്രഹമാണ്. വിശപ്പൊരു ശിക്ഷയാണോ? വിശപ്പില്ലായിരുന്നെങ്കിലെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? വിശപ്പ് സത്യത്തിൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. വിശപ്പ് നമ്മോട് പറയുന്നു, നിൻ്റെ ബോഡി കേടാവുകയാണ്, നിൻ്റെ ശരീരത്തിന് അന്നം ചെല്ലാതെ നിലനിൽക്കാനാവില്ല എന്ന് നമ്മോട് പറയുന്നത് വിശപ്പാണ്. വിശന്നില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കില്ല. വിശപ്പ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. സഹോദരങ്ങളെ, ദാഹം പടച്ചവൻ്റെ അനുഗ്രഹമാണ്. ദാഹിക്കുമ്പോൾ നമ്മുടെ ശരീരം പറയുകയാണ് ജലാംശം കുറഞ്ഞിരിക്കുന്നു, ഡീഹൈഡ്രേഷൻ ഉണ്ട്, അതുകൊണ്ട് വെള്ളം കുടിക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി കേടാകുമെന്ന് നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശപ്പിൻ്റെ ഈ വിളി കേട്ട് നാം ശരീരത്തിൻ്റെ കേട് തീർക്കാൻ വേണ്ടി ശരീരത്തിന് അന്നം കൊടുക്കുന്നതിൽ ജാഗരൂകരാണ്. ദാഹത്തിൻ്റെ വിളി കേട്ട് അതിന് വെള്ളം കൊടുത്ത് കൃത്യമായ നിലയിൽ ശരീരത്തിൻ്റെ കേടിലേക്ക്, ഒരു അപകടത്തിലേക്ക് ശരീരം പോകാതെ നോക്കുന്നതിൽ നാം ജാഗ്രതയുള്ളവരാണ്. ഇത് പടച്ചവൻ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. വിശപ്പും റബ്ബിൻ്റെ അനുഗ്രഹമാണ്, ദാഹവും റബ്ബിൻ്റെ അനുഗ്രഹമാണ്. കാരണം നിൻ്റെ ബോഡി കേടാകുന്നത് നോക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തെ പരിഗണിക്കുന്നവരായി മാത്രം നാം മാറുമ്പോൾ നാം ഒരു മൃഗമാണ്. വിശപ്പ് അള്ളാഹു മൃഗത്തിന് കൊടുത്തിട്ടുണ്ട്. മൃഗം വിശപ്പുണ്ടാകുമ്പോൾ അന്നം കഴിക്കും. ദാഹം അള്ളാഹു മൃഗത്തിന് കൊടുത്തിട്ടുണ്ട്. ദാഹമുണ്ടാകുമ്പോൾ അത് വെള്ളം കുടിക്കും. അതുപോലെ തന്നെ അള്ളാഹു തആല അതിന് കാമം കൊടുത്തിട്ടുണ്ട്, ലൈംഗിക വിചാരം കൊടുത്തിട്ടുണ്ട്. അത് ലൈംഗിക ദാഹം തീർക്കും. അപ്പോൾ അതിൻ്റെ പ്രജനനം, അതിൻ്റെ അനന്തര വംശാവലിയുടെ നിലനിൽപ്പ് അള്ളാഹു അതിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നിലനിൽപ്പിനാണ്. കാമമില്ലെങ്കിൽ, ദാഹമില്ലെങ്കിൽ, വിശപ്പില്ലെങ്കിൽ എന്താവും സ്ഥിതി? ഈ അനുഭവം, ഈ ഫീലിങ്സ്, ഈ അനുഭൂതികൾ റബ്ബ് തആല നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിനൊത്ത് നമ്മുടെ ശരീരത്തെ നമ്മൾ പരിഗണിക്കുന്നു എന്നത് നമ്മുടെ പോസിറ്റീവാണ്. പരിഗണിക്കണം. കാരണം ശരീരമില്ലാത്ത ഒരു മനുഷ്യനില്ല. ശരീരത്തെ അവഗണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറ്റ് ചില ആത്മീയ ദർശനങ്ങളൊക്കെ ശരീരം പരിഗണിക്കപ്പെടേണ്ടതല്ലെന്ന് പറഞ്ഞ് ശരീരത്തെ അനാവശ്യമായി പട്ടിണിക്കിട്ട്, താങ്ങാനാവാത്ത പട്ടിണി, താങ്ങാനാവാത്ത ദാഹം എന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗിക തൃഷ്ണകളെ അടിച്ചമർത്തി മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന ചോദനകളെ നിരാകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നതല്ല, നിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ അത് ശരിയായ അളവിൽ നിയന്ത്രിതമായി പരിഗണിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഉത്തമ വികാരങ്ങളാണിത്. അത് നിയന്ത്രിച്ച് നീ ഉപയോഗിക്കണം. അനിയന്ത്രിതമായാൽ അപകടമാണ്. വിശന്നു അമിതമായി തിന്നരുത്. കുലു വഷ്റബു വലാ തുസ്രിഫു. വിശക്കുമ്പോൾ നീ വിശപ്പ് തീർക്കാൻ വേണ്ടിയുള്ള തീറ്റ നീ തിന്നുക. ദാഹിക്കുമ്പോൾ നീ കുടിക്കുക. വലാ തുസ്രിഫു. പക്ഷെ അധികമാകരുത്. അധികമായാൽ രോഗമാണ്. ലൈംഗികമായ വികാരം, ചോദനകൾ നിൻ്റെ ഉള്ളിലുണ്ട്. ആ വികാരത്തിന് ഉണർന്ന ഒത്ത നിലയിൽ നീ ലൈംഗികമായ പ്രചോദനങ്ങളെ നിയന്ത്രിച്ചുപയോഗിക്കണം. നിൻ്റെ വംശാവലിയുടെ നിലനിൽപ്പിന് വേണ്ടി നീ ഇണകളോടുള്ള ബന്ധം പുലർത്തണം, ഒഴിവാകരുത്. ഇല്ലെങ്കിൽ മാനവരാശി നിലനിൽക്കുകയില്ല. വലാ തുസ്രിഫു. പക്ഷേ അതിര് വിടരുത്. അപ്പം മൃഗവാസനകളെ നമ്മളിൽ തന്നിട്ട് മൃഗവാസനകളെ നിയന്ത്രിക്കാനാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. ഈ നിയന്ത്രണമാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്. ഈ നിയന്ത്രണമാണ് മനുഷ്യത്വത്തെ വളർത്തുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എന്തും തിന്നും. തീറ്റയ്ക്ക് അതിരുണ്ടാവില്ല. തീറ്റയ്ക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. എന്തും കുടിക്കും. അവിടെയാണ്
ഹറാമായത് തിന്നരുത്, നീ മനുഷ്യനാകാൻ, മൃഗമാകാതിരിക്കാൻ. കള്ള് കുടിക്കരുത്, അരുതാത്തത് കുടിക്കരുത്. നിന്റെ ഇണയോടല്ലാതെ ഇണ ചേരരുത്, നിന്റെ മനുഷ്യൻ വളരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ശരീരം തന്നു, ശരീരത്തെ പരിഗണിക്കാനും ശരീരത്തിൻ്റെ പ്രേരണകളെ പരിഗണിക്കാൻ അനുവാദം തന്നു. ആ പരിഗണനകൾ നിയന്ത്രിതമാകാൻ വേണ്ടിയിട്ടുള്ള കൺട്രോളും തന്നു. നിയന്ത്രിക്കുമ്പോൾ നാം മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാകുന്നു, മനുഷ്യരാകുന്നു. ആ ഉണർച്ച, ആ ഉയർച്ച, അതാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ് കൊണ്ട് ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് തന്നിരിക്കുന്നത് എന്തിനെന്നറിയോ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളൊരു അച്ചടക്ക ജീവിയായി മാറാനാണ്, നിയന്ത്രണമുള്ള ജീവിയാകാനാണ്. എല്ലാ മുസ്ലിമും കടന്നു പോകേണ്ടുന്ന ഒരു ട്രെയിനിങ് കോഴ്സാണ് പരിശുദ്ധ റമദാൻ. ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് തന്നത് നിങ്ങൾക്ക് അച്ചടക്കമുണ്ടാകാനാണ്. ഒരു ട്രെയിനിങ് വേണം നിങ്ങൾക്ക്, നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ, നിങ്ങളുടെ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ട്രെയിനിങ് കോഴ്സ് ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാൽ നിങ്ങൾക്ക് തന്നെ കിട്ടൂല. മറ്റുള്ളവർക്ക് ഭീഷണിയല്ല, മറ്റുള്ളവരെ കൊല്ലുന്നവരാകുക മാത്രമല്ല, നിങ്ങളെ തന്നെ നിങ്ങൾ കൊന്നുകളയും പിടിച്ചാൽ കിട്ടില്ലെങ്കിൽ. അതിൻ്റെ പേരാണ് ആത്മഹത്യ. ലോകത്തെ ഏറ്റവും വലിയ ഡെത്ത് കോസ് ആത്മഹത്യയാണെന്ന് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. റോഡ് അപകടമല്ല, ക്യാൻസർ അല്ല, മറ്റൊന്നുമല്ല. ഏറ്റവും വലിയ ഡെത്ത് കോസ് സ്വയം മരിക്കുന്ന ആത്മഹത്യ. നീ മറ്റുള്ളവന് ഭീഷണിയാകുന്നതിന് പകരം നിനക്ക് തന്നെ ഭീഷണിയാകും. നിന്റെ ജീവന് നേരെ നീ കയ്യോങ്ങും, നീ വാളോങ്ങും, നീ നിയന്ത്രിത ജീവിതം നയിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് നിനക്ക് തഖ്വയുണ്ടാകാൻ എല്ലാ മനുഷ്യർക്കും ഈ അപകടാവസ്ഥയെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സ്വയം നിയന്ത്രണ ശേഷി ഉണ്ടാകണം. അയ്യാമം മഅദൂദാത്ത്, കുറച്ച് നാളുകളിൽ. ഫമൻ കാന മിൻകും മരീള, നിങ്ങളിൽ ആ നാളുകളിൽ രോഗികളായി മാറിയവർ, അവല സഫരിൻ, അല്ലെങ്കിൽ യാത്രയിൽ ആയിരുന്നവർ. യാത്രയുടെ പ്രയാസങ്ങൾ സഹിച്ച് നോമ്പ് വെച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ യാത്രകളല്ല, യാത്രയിൽ നോമ്പ് പ്രയാസകരമാകുന്ന യാത്രകളിൽ നോമ്പ് മാറ്റിവെച്ച് ലൈസ മിനൽ ബിർരി സിയാമും ഫിം സഫർ. ഒരു കാടൻ വന്ന് ചോദിച്ചു, അമിനം ബിർരിം സിയാമും ഫിം സഫർ. അയാൾ ലാമ് പറയില്ല, മീമേ പറയുള്ളൂ ലാമിൻ്റെ സ്ഥാനത്ത്. അമിനൽ ബിർരി സിയാമു ഫി സഫർ എന്ന് ചോദിക്കേണ്ടടുത്ത് കാടനാണ് അമിനം ബിർരിം സിയാമും ഫിം സഫർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ഒപ്പിച്ച് പറയുകയുണ്ടായി, ലൈസ മിനം ബിർരിം സിയാമും ഫിം സഫർ, നന്മയിൽപ്പെട്ടതല്ല യാത്രയിൽ കഷ്ടപ്പെട്ട് നോമ്പ് പിടിക്കുക. അപ്പോൾ ആ സമയത്ത് അതിസാഹസം ശരീരത്തോട് കാണിക്കരുത്. വളരെ ബാലൻസ്ഡാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. അതിസാഹസത്തിന് പോകണ്ട. രോഗിയാണ്, രോഗി നോമ്പ് പിടിക്കണ്ട. രോഗി നോമ്പ് പിടിക്കാൻ ഡോക്ടർ വല്ലതും കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കാതിരുന്നു, അത് വേറെ കാര്യം. രോഗി പരിപൂർണമായ വ്രതാനുഷ്ഠാനത്തിലേക്ക് താങ്ങാനാവാത്ത രോഗി പോകണ്ട. ബാലൻസ്ഡാണ് ഇസ്ലാമിൻ്റെത്. കാരണം ഈ അടിസ്ഥാന വികാരത്തെ അടിച്ചമർത്തി ഒരു സന്യാസിയായി മാറാൻ ഉള്ളവനല്ല അവൻ. ആ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിച്ചിവിടത്തെ ഒരുപാട് വ്യവഹാരങ്ങളോട് ബന്ധപ്പെട്ട് ഈ ലോകത്ത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ടവനാണ്. അവനെ നിഷ്ക്രിയനാക്കാൻ ഇസ്ലാം അനുവദിക്കില്ല. അതുപോലെ തന്നെ യാത്രയിൽ നോമ്പ് വയ്ക്കാതിരിക്കലാണ്. താങ്ങാനാവാത്ത യാത്രകൾ, ഭാരമേറിയ ദീർഘദൂര യാത്രകളിൽ നോമ്പൊഴിവാക്കാം. പക്ഷേ അങ്ങനെ ഇളവുണ്ടെങ്കിലും നിങ്ങൾ ഒരു വർഷത്തിൽ ഒരു മിനിമം നിങ്ങൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇറക്കിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് അല്ലാഹു തആല മണ്ണിൽ നിന്നാണ് ജനിപ്പിച്ചത്. മണ്ണിൽ നിന്നാണ് ശരീരത്തിന് പോഷണം. ഈ ലോകം കണ്ടെത്തി. കേരളത്തിൽ തന്നെ ഒരു മലയാളി ഡോക്ടർ സ്കന്ദൻ കണ്ടെത്തി. മനുഷ്യൻ്റെ ശരീരത്തിൽ 106 മൂലകങ്ങളിൽ ഞാൻ 78 കണ്ടെത്തിയെന്ന്. മനുഷ്യൻ്റെ ശരീരത്തിൽ അതിൽ അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ ബീജത്തിലാണ് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഏറ്റവും കനത്ത നിക്ഷേപമുള്ളത്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കനത്ത നിക്ഷേപമുള്ളത് അവൻ്റെ ബീജത്തിലാണ്. 106 മൂലകങ്ങളിൽ നിന്ന് ഭൂമിയിൽ കണ്ടെത്തിയതിൽ 78 മനുഷ്യനിൽ അയാൾ കണ്ടെത്തി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പ് ഈ ഭൗതികമായ മൃഗത്തെ സൃഷ്ടിച്ച അതേ ഈ മണ്ണിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ പോഷണം ഈ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലവർഗ്ഗങ്ങളിലാണ്, അതിൻ്റെ ധാന്യങ്ങളിലാണ്, അതിൽ നിന്ന് അന്നം കഴിച്ച് ജീവിക്കുന്ന മൃഗങ്ങളുടെ മാംസത്തിലാണ്. അതെല്ലാം മണ്ണിൽ നിന്ന് തന്നെ പോഷണം കിട്ടണം. പക്ഷേ ഇതേ മനുഷ്യനെ അല്ലാഹു തആല നിലനിർത്തുന്ന അവൻ്റെ ആത്മീയമായ യഥാർത്ഥ അസ്തിത്വം അത് മിന റൂഹ് വനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ റൂഹിൽ നിന്ന് ഞാൻ അവനിൽ ഉള്ളിൽ സന്ദേശിപ്പിച്ചിരിക്കുകയാണ്.
കേടാകാതെ കാത്തു സൂക്ഷിച്ചവൻ്റെ മനുഷ്യത്വത്തെ ആകാശം മുട്ടെ അതിനപ്പുറത്തേക്കും വളർത്തേണ്ടുന്ന ഒരു അസ്തിത്വം അവൻ്റെ ഉള്ളിൽ തുടികൊട്ടു നിൽക്കുകയാണ്. ഇവിടെ ഒതുങ്ങാതെ, ഭൂമിയുടെ അതിരുകളിൽ ഒതുങ്ങാതെ ആകാശത്തേക്ക് ഇപ്പോഴും അവൻ്റെ ആത്മാവ് പറന്നു നിൽക്കുകയാണ്. അള്ളാഹുവിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അടങ്ങാത്ത വ്യഗ്രതയുമായി അള്ളാഹുവിൽ നിന്ന് നിക്ഷേപിക്കപ്പെട്ട ആത്മാവ് ഭൂമിയിൽ ഒതുങ്ങാതെ നിൽക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എൻ്റെ ശരീരം ഇവിടെയാണ്, മനസ്സ് അമേരിക്കയിലാണ്. ശരീരം ഇവിടെയാണ്, മനസ്സ് ദുബൈയിലാണ്. ശരീരം ഇവിടെയാണ്, മനസ്സ് ആകാശത്താണ്. സൂര്യനും അപ്പുറം, ചന്ദ്രനും അപ്പുറം, സൗരയൂഥങ്ങൾക്കപ്പുറയാണ്. അള്ളാഹുവിലേക്ക് നഫഖ്തു ഫീഹി മിർ റൂഹി, അള്ളാഹുവിൽ നിന്ന് വന്നത് അള്ളാഹുവിനെ കണ്ടുപിടിക്കാൻ, അള്ളാഹുവിലേക്ക് എത്താൻ വെമ്പുകയാണ്. ആ അസ്തിത്വത്തെ കേടുവരുത്താതെ ഈ ലോകത്ത് നമുക്ക് പടച്ചവനിലേക്ക് തിരിച്ചേൽപ്പിക്കുക എന്ന വലിയ ഒരു ജോലിയാണ് ഈ ഭൂമിയിൽ മനുഷ്യനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നാ അറളനൽ അമാനത്ത അല സമാവാതി വൽ അർളി വൽ ജിബാൽ. അള്ളാഹു ഈ സ്വമേധയായി ഇത് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് മലകളോട് ചോദിച്ചു, ഭൂമിയോട് ചോദിച്ചു, ആകാശത്തോട് ചോദിച്ചു, പർവ്വതങ്ങളോട് ചോദിച്ചു. ഫഅബൈന അൻ യഹ്മിൽനഹ, അത് ഏറ്റെടുക്കാനുള്ള ബാധ്യത, ഗൗരവം തിരിച്ചറിഞ്ഞവ അവയെല്ലാം ഒഴിഞ്ഞു മാറിയപ്പോൾ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ചെറുതാണെങ്കിലും ബോഡിയിൽ ചെറുതാണെങ്കിലും അവൻ അത് ഏറ്റെടുക്കുകയുണ്ടായി. ഇന്നഹു കാന ളലൂമൻ ജഹൂല, പക്ഷേ നീതിബോധം പ്രവർത്തിക്കാനാവാത്ത അക്രമിയായി അവൻ മാറി, വിഡ്ഢിയായും അവൻ മാറി. അവൻ്റെ അകം കണ്ടില്ല. അവൻ്റെ അകമാണ് ആകാശത്തിനും ഭൂമിക്കും പർവ്വതങ്ങൾക്കും ഏറ്റെടുക്കാൻ കഴിയാത്ത ആത്മവികാസത്തിൻ്റെ അത്യുന്നതമായ ദൗത്യം ഏറ്റെടുക്കാൻ അവനെ പ്രാപ്തമാക്കിയത്. അവൻ്റെ മൃഗബോഡിയല്ല, മൃഗശരീരമല്ല. അവൻ്റെ അത്ഭുതകരമായ ആകാശത്തേക്ക് അള്ളാഹുവിനെ തേടിപ്പറക്കുന്ന അവൻ്റെ മനസ്സാണ് ഈ ഭൂമിയിൽ ഒതുങ്ങാതെ അള്ളയെ തേടിപ്പറക്കുന്ന, പരലോകം തേടിപ്പറക്കുന്ന, ആകാശം തേടി പറന്നുകൊണ്ട് രാത്രിയും പകലും ഉറങ്ങുമ്പോൾ, ഉറക്കത്തിൽ അവൻ സ്വപ്നലോകത്തുകൂടി വിഹരിക്കുമ്പോഴും ആകാശം തേടി അനന്തസീമകൾ തേടി പറക്കുന്ന അവൻ്റെ ആത്മാവ്, അതാണ് യഥാർത്ഥത്തിൽ അവൻ്റെ അസ്തിത്വത്തിൻ്റെ ആധാരമായുള്ളത്. അതിനെ അറിയണം, അതിനെ കാണണം, അതിന് കേടുണ്ടോ എന്ന് നോക്കണം, അതിന് കേടുണ്ടോ എന്ന് നോക്കണം. റമദാൻ അതാണ്, വളരെ സിമ്പിളാണ്. അല്ലാഹു പറയുകയാണ്, രോഗിയായാലും യാത്രയിലായാലും മൻകാനമിങ്കും മരീളന വലാസവരിൻ ഫൈദത്തും മിൻ അയ്യാമിൻ നുഖർ, അപ്പോൾ വേണ്ട, പക്ഷെ മറ്റൊരു ടൈമിൽ ആ കോഴ്സ് തീർത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു 30 നാളെങ്കിലും ഈ മൃഗവാസനയ്ക്ക് കീഴ്പ്പെട്ടുള്ള അന്നപാനീയ ഭോഗാദികളിൽ നിന്നൊരു 30 ദിവസമെങ്കിലും വിട്ടുനിൽക്കാൻ നിനക്കായില്ല എങ്കിൽ നിന്റെ ആത്മവികാസത്തിൻ്റെ സാധ്യതകളെ അവിടെ അടച്ചു കളയുകയാണ് നീ. അത് പിന്നെ വളരില്ല. അത് പിന്നെ ഇന്നെങ്ങോട്ടാണോ മനുഷ്യൻ പോകുന്നത്? നോമ്പ് മറന്ന 30 ദിവസം പോയി ഒരു ദിവസം പോലും അന്നമൊഴിവാക്കി ജീവിക്കാനാവാത്ത ലോകമാണ് ഇന്നത്തെ ലോകം. അക്രമത്തിൻ്റെ, അരാജകത്വത്തിൻ്റെ, കള്ളിൻ്റെ, പെണ്ണിൻ്റെ, കഞ്ചാവിൻ്റെ അക്രമങ്ങളുടെ കൂട്ടക്കൊലകളുടെ അടിമയായി അവരങ്ങ് മാറുകയാ. അവരല്ല, നമ്മുടെ മക്കൾ പോലും. നാം ഇന്ന് നോമ്പ് മറന്നപ്പോൾ, നമ്മുടെ മക്കൾ നോമ്പ് മറന്നപ്പോൾ അവരിന്ന് ലഹരിക്ക്, പെണ്ണിനടിമയാ. വ്യഭിചാരം തെറ്റാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, ലഹരി തെറ്റാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിടിച്ചാൽ കിട്ടാത്ത കാളക്കൂറ്റനായി നോമ്പ് മറന്ന ഒരു സമുദായം മാറുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റിവെച്ചോളൂ. പക്ഷേ ഒരു മാസത്തിൽ മിനിമം നിങ്ങൾ അതെത്ര അധികമുണ്ടോ അത്രയും നിങ്ങളുടെ ആത്മസത്ത വളരും, നിന്റെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കും. അതുകൊണ്ട് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ നുഖർ, മറ്റ് ദിവസങ്ങളിൽ ആ ഖളാ വീട്ടാതെ, ചില ആളുകൾ പറയാറുണ്ട് ഖളാ ഒന്നും വീട്ടണ്ടെന്ന്. ഖളാ വീട്ടണം. അള്ളാഹ് വെച്ചിരിക്കുന്ന ഈ കർമ്മ പരിപാടി യഥാസമയം പൂർത്തീകരിച്ചാക്കാനായില്ലെങ്കിൽ അത് ഖളാ വീട്ടുക തന്നെ വേണം. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ നുഖർ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വിഷമമല്ലേ? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു ഇതിലൂടെ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എളുപ്പമാക്കി തരികയാണ്. മനുഷ്യനാവുക, സ്വർഗം നേടുക, ആഖിറം ലക്ഷ്യമാക്കുക, മനസ്സിൻ്റെ കേട് തീർക്കുക. ശരീരത്തിൻ്റെ കേട് നിങ്ങൾ തീർക്കുന്നു, മനസ്സിൻ്റെ കേട് നിങ്ങൾ അറിയുന്നേയില്ല. ആ കേട് തീർക്കുക എന്ന ലക്ഷ്യത്തിൽ അള്ളാഹ് തരുന്ന എളുപ്പമാണ് ഇത്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഇത് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയല്ല, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ അറിഞ്ഞാൽ ഇത് എളുപ്പമാണ്, ലക്ഷ്യം അറിയാത്തവൻ ഇത് വിഷമമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഇൻകുന്തും നിങ്ങൾ നോമ്പ് തന്നെ വയ്ക്കുക, നിങ്ങൾ നോമ്പ് വയ്ക്കാൻ പറ്റുന്നവർ നോമ്പ് വയ്ക്കുക.
ഇൻകുന്തും, അതാണ് ദാലിക്കും ഖൈറുൽ ലക്കും ഇൻകുന്തും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നോമ്പ് എന്താ എന്തിനാന്ന് അറിയാമെങ്കിൽ അതാ നല്ലത്. അറിയാൻ പാടില്ലാത്തവന് എന്തിനാണ് നോമ്പെന്ന് ചോദിക്കും. എത്രയോ പൊട്ടന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് ഈ റമദാനിലെ ഈ പട്ടിണി അല്ലേ? മുസ്ലിം പേരുള്ളവനും അല്ലാത്തവനും ഒക്കെ അവൻ അറിയില്ല ഈ ആത്മനിയന്ത്രണത്തിന് അങ്ങനെ ഒരു സാധനം അകത്തുണ്ട്. ഞാനൊരു മൃഗമാണ്. ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ അപജയം മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അഭിമാനിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഡാർവിനിയൻ സിദ്ധാന്തം അവനെ ഒരു മൃഗമാണെന്ന് പറയാൻ നാണമില്ലാതാക്കിയതാണ്. ഒരു മൃഗമാണെന്നാണ് ഇന്ന് ഡാർവിനിയൻ സിദ്ധാന്തം പഠിപ്പിച്ചത്. നമ്മുടെ മക്കളൊക്കെ ഇന്ന് ആ വഴിക്കാണ് പോണേ. മക്കളൊക്കെ എങ്ങനെയാണ് പോണേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ പിഴയ്ക്കുകയാണ്. തൊടുപുഴയിൽ ഞാൻ ഇതേ വാക്ക് കേട്ടു. ഇന്നലെ ആലുവയിലെ പ്രമുഖരായ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, പിള്ളേർ ഇങ്ങനെയാണ് പറയണമെന്ന്. നാസ്തിക പ്രസ്ഥാനങ്ങൾ, അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നമ്മുടെ മക്കളോട് പറയാം, എടോ കള്ളും പെണ്ണും ഒക്കെ ലോകത്തുള്ളതല്ലേ. പണ്ടൊരു മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പെണ്ണെവിടെ ഉണ്ടോ അവിടെ ബലാത്സംഗം ഉണ്ടെന്ന്. അങ്ങനെ ലളിതവൽക്കരിച്ച് സാമാന്യവൽക്കരിച്ചിട്ട് അവരിങ്ങനെ ഇതൊക്കെ ആകാം. അവൻ്റെ മനസ്സ് കാണുന്നില്ല, അവൻ്റെ ബോഡിയെ മാത്രം അവൻ മനുഷ്യനായി കാണുകയാണ്. മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം എന്ന വിധത്തിൽ നാസ്തിക പ്രസ്ഥാനങ്ങൾ നമ്മുടെ മക്കളിൽ ക്യാമ്പസുകളിൽ സ്വാധീനിച്ച് മുഴുവൻ മുസ്ലിം മക്കളും എന്ന് ഞാൻ പറയുകയാണ്. 5% വേണേൽ നിങ്ങൾ മാറ്റിവെച്ചോ, 95% മക്കളും വ്യഭിചരിക്കരുത്, കള്ളു കുടിക്കരുത്, നോമ്പ് വെക്കണമെന്നൊക്കെ ഈ മൊയ്ലിയന്മാർ പറഞ്ഞ വെറുതെയാന്ന് പറയുക. കാരണം എന്താ? എൻ്റെ ബോഡി എൻ്റെ ഇഷ്ടം, ബോഡിയെ ഞാനുള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല, അതിനപ്പുറത്തൊരു എക്സിസ്റ്റൻസ് എനിക്കില്ല. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ പോക്ക്. നിങ്ങൾക്ക് നോമ്പ് നല്ലതാണ്, ഇൻകുന്തും തഅലമൂൻ, നോമ്പ് എന്താണ് എന്തിനാണെന്ന് അറിയുമെങ്കിൽ, നിങ്ങളുടെ അകം നിങ്ങൾ അറിയുമെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം സഹോദരങ്ങളെ, നമ്മളെ ഈ ലോകത്തേക്ക് അല്ലാഹ് അയച്ചപ്പോൾ ഈ ലോകത്തേക്ക് വേണ്ട അവയവം അല്ലാഹു പഴയ ലോകത്താണ് സൃഷ്ടിച്ചത്, ഇവിടെയല്ല. ഇവിടെ ഉപയോഗിക്കേണ്ടത് അവിടെയാണ് സൃഷ്ടിച്ചത്. കണ്ണ്, കയ്യ്, കാല്, കാത്. പക്ഷെ അവിടെ ആ കണ്ണുകൊണ്ട് കണ്ടില്ല, ആ കാത് കൊണ്ട് കേട്ടില്ല, ഒരു ഉപയോഗവുമില്ല. ഇവിടേക്ക് വേണ്ടി സൃഷ്ടിച്ച അവയവമാ. ആ കണ്ണിന് കേടോടെ വന്നാൽ ഇവിടെ കാഴ്ച ഉണ്ടാവുകയില്ല. ആ കണ്ണിന്, ആ കാതിന് കേൾവിയില്ലാതെ വന്നാൽ ഇവിടെ കേൾവി ഉണ്ടാവുകയില്ല. ഉണ്ടാകുമോ? അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ട അവയവം കേടില്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതുപോലെ ഒരൊറ്റ അവയവമാണ് അല്ലാഹു തആല പരലോകത്തിന് വേണ്ടി ഇവിടെ നമുക്ക് നിക്ഷേപിച്ചിട്ടുള്ളത്. അതാണ് 6ാം ഇന്ദ്രിയം, 6th ഓർഗൻ എന്ന് സയൻസ് പറയുന്ന നമ്മുടെ മനസ്സ്. ആ മനസ്സ് ഇവിടെ ഒതുങ്ങാതെ നിൽക്കുന്ന അതുകൊണ്ടാണ്. ഭൂമിയിൽ ഒതുങ്ങുന്നില്ല, അത് ആകാശം തേടി പറക്കുകയാണ്, അനന്തതകളിലൂടെ അള്ളയെ കണ്ടെത്താൻ പറക്കുകയാണ്. അതും കേടാകരുത്. ഈ ലോകത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന യജ്ഞം എന്തെന്നറിയോ? കേടാകാത്ത മനസ്സിനെ കേടാക്കാതെ നോക്കുക, എന്നിട്ട് കേടാകാതെ മനസ്സുമായി അവിടെ പോയി പാർക്കുക. കേടായ മനസ്സിന് അവിടെ ഇടമില്ല. വമൻ കാന ഫീ ഹാദിഹി അഅ്മ വഹുവ ഫിൽ ആഖിറതി അഅ്മ, ആരുടെ മനസ്സാണോ ഈ ലോകത്ത് അന്ധമായത്, പുറം കണ്ണല്ല, ആരുടെ മനസ്സിൻ്റെ കണ്ണുകൾ ഈ ഭൂമിയിൽ അന്ധമായോ, ഫഹുവ ഫിൽ ആഖിറതി അഅ്മ, അവൻ ആഖിറത്തിലും അന്ധനാണ്. ആരുടെ ശരീരത്തിൻ്റെ കണ്ണ് ഗർഭപാത്രത്തിൽ അന്ധമായി വന്നോ, ഈ ഭൂമിയിൽ അവൻ അന്ധനാണെന്ന പോലെ മനസ്സിൻ്റെ ഒരു കണ്ണുണ്ട്, ഒരു അകക്കണ്ണുണ്ട്. ആ അകക്കണ്ണ് കൊണ്ട് ഞാൻ ബോഡി മാത്രമല്ല, എനിക്ക് അകത്തൊന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവൻ പ്രവർത്തിച്ചില്ലെങ്കിൽ അവൻ്റെ അകക്കണ്ണ് തുറക്കില്ല. അവൻ ചിന്തിക്കും എന്തിനാ നിസ്കാരം, അവൻ ചിന്തിക്കും എന്തിനാ നോമ്പ്, കള്ള് കുടിച്ചാലെന്താ, പെണ്ണ് പിടിച്ചാലെന്താ, പലിശ വാങ്ങിയാലെന്താ, അതിൻ്റെയൊക്കെ കെടുതി പിന്നെ അവൻ അറിയും. ഭൂമിയിൽ തന്നെ അറിയും. പക്ഷേ അതറിയും മുന്നേ അവനിങ്ങനെ ചിന്തിക്കും. അവൻ അറിയില്ല, അവൻ്റെ ഉള്ളിൽ കേടായിരിക്കുകയാണ്. സഹതപിക്കണം നാം അവരോട്, കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവരുടെ മനസ്സ് കേടായിരിക്കുന്നു. ഈ കേട് തീർക്കലാണ് യഥാർത്ഥത്തിൽ റമദാൻ. ഈ കേട് തീർക്കലാണ്. അതിന് ഉള്ളറിയണം, ഉള്ളിനെ മറന്നു പോകരുത്. അള്ളാഹു പക്ഷെ പറഞ്ഞു, വലാ തകൂനു കല്ലദീന നസുല്ലാ, വലാ തകൂനു കല്ലദീന നസുല്ലാ, നിങ്ങൾ അള്ളയെ മറന്നു നടക്കുന്നവരെ പോലെ ആകരുതേ അടിമകളെ. അള്ളയെ മറന്നു പോയാലുള്ള കുഴപ്പം എന്തെന്നറിയാമോ? ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മറന്നു പോകും. നിങ്ങളുടെ അകത്തെ നിങ്ങളുടെ മനസ്സുണ്ട് എന്ന കാര്യമേ മറന്നു പോകും. നിങ്ങൾ മനസ്സുണ്ട്, അതിന് കേട് സംഭവിച്ചിട്ടുണ്ടെന്നത് മറന്നു പോകും. അള്ളയെ മറന്നാലുള്ള കുഴപ്പം അതാണ് നമ്മുടെ മക്കൾക്ക് പറ്റിയത്, അതാണ് നമുക്കും പറ്റിയത്, അതാണ് ലോകത്തിന് പറ്റിയത്. അള്ളയെ മറന്നപ്പോൾ മനസ്സുണ്ടെന്ന് മറന്നു. ബോഡിയേ ഉള്ളൂ. മൈ ബോഡി
മൈ ചോയ്സ്. എനിക്ക് ബോഡിയേ ഉള്ളൂ, ബോഡിയുടെ ഇഷ്ടം. അത് അള്ളയെ മറന്നപ്പോൾ സംഭവിച്ച ഗതികേടാണ്. അതുകൊണ്ട് അള്ള പറഞ്ഞു, അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു, എൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ആകത്തുക പാശ്ചാത്യരെ ഞെട്ടിച്ച സർ അല്ലാമ ഇഖ്ബാൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പരിശുദ്ധ ഇസ്ലാമിക എൻ്റെ ജീവിത വീക്ഷണത്തിൻ്റെ ആകത്തുക ഈ ഖുർആനികായത്ത. അള്ളാഹു എന്ന് പറയുന്ന പ്രപഞ്ചശക്തിയെ നിങ്ങൾ മറക്കരുതേ. അത് മറന്നവൻ മറന്നു പോകുന്നത് അവൻ്റെ ഉള്ളാണ്, മനസ്സാണ്. മനസ്സിലേക്ക് അവൻ തിരിഞ്ഞു നോക്കൂല. ശരീരത്തിന് ഷുഗറുണ്ടോ എന്ന് നോക്കും, പ്രഷറുണ്ടോ എന്ന് നോക്കും, വിശന്നോ എന്ന് നോക്കും, ദാഹിച്ചോ എന്ന് നോക്കും, കേട് തീർക്കും. പക്ഷെ മനസ്സ് അതിൻ്റെ ചില അടയാളങ്ങൾ കാണിക്കും നമ്മളോട്. ആ അടയാളം കേടായതിൻ്റെ അടയാളം കിബറാണ്. മനസ്സ് കേടായോ എന്നറിയാൻ വേണ്ടി അള്ള നമുക്ക് തരികയാണ്. നമുക്ക് തന്നെ അറിയാം എനിക്ക് അഹങ്കാരമുണ്ട്. കിബർ വരുമ്പോൾ മനസ്സ് കേടായിട്ടുണ്ടെന്നറിയണം. ആഖിറത്തിൽ ജീവിക്കാൻ ഇത് കൊള്ളൂല. ഈ മനസ്സ് ആഖിറത്തിൽ അന്ധമായിരിക്കും, ഇവിടെ അന്ധമായി പോയി. അതുകൊണ്ട് ഈ കിബർ നമ്മുടെ ഉള്ളിൽ വന്നാൽ, അതാ പറഞ്ഞ കിബർ അല്പമെങ്കിലും ഉള്ള സ്വർഗത്തിൽ പോകില്ല. കേടായിപ്പോയി. കേടായ യന്ത്രം എടുക്കില്ല. കേടായ കണ്ണ് ഇവിടെ പ്രവർത്തിക്കില്ല. ഗർഭപാത്രത്തിൽ കേടായ കണ്ണ്, ഇവിടെ കേടായ ആഖിറത്തിൻ്റെ ഒരേ ഒരവയവം അത് കേടായാൽ, കിബർ കൊണ്ട് കേടായാൽ ആഖിറത്തിൽ പ്രവർത്തിക്കൂല. അതുകൊണ്ട് സ്വർഗത്തിൽ അത് പ്രവർത്തിക്കൂല. അതുപോലെ തന്നെ അസൂയ വന്നാൽ അൽ ഹസനാത്ത് അൽ ഹസദു യഅ്കുലുൽ ഹസനാത്ത് കമാ തഅ്കുലുൻ നാറുൽ ഹതബ. അസൂയ ഉണ്ട് എങ്കിൽ ചുമ്മാ നോക്കിയാൽ മതി, ഇതിനെന്നാ കുഴപ്പമെന്ന് വിചാരിച്ച് വേണേ നടക്കാം. പക്ഷെ അകത്തേക്ക് നോക്കൂല്ല, അതാണ് കുഴപ്പം. അള്ളയെ മറന്നവൻ വലാ തകൂനു കല്ലദീന നസുല്ലാ, നിങ്ങൾ അള്ളയെ മറന്നവരെ പോലെ ആകരുത്. മറക്കരുതെന്നല്ല, മറക്കാൻ കഴിയുമോ ഒരു മുസ്ലിമിന്? പക്ഷെ മറന്നവരെ പോലെ, പാശ്ചാത്യരെ പോലെ, യൂറോപ്യനെ പോലെ ആകരുത്. അപ്പം അൻസാവും അമ്പുസവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളു മറന്നു പോകും. ഉള്ളു മറന്നാൽ എന്താ സംഭവിക്കുക? ഫൗലായിക്കഹുമുൽ ഫാസിഖൂൻ, അവൻ തെമ്മാടിയാകും. എന്ത് പോക്കിരിത്തരവും അവൻ കാണിക്കും. കക്കും, അതുപോലെ തന്നെ പെണ്ണ് പിടിക്കും, കഞ്ചാവ് അടിക്കും, പിടിച്ചു പറിക്കും, കൊല്ലും, കൊല വിളിക്കും, തെമ്മാടിയാകും ഉള്ളു മറന്നു പോയവൻ. വലാ തകൂനു ഫൗലായിക്കഹുമുൽ ഫാസിഖൂൻ ലാ യസ്തവി, ഓർത്തോണേ, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. സ്വർഗവാസികളും നരകവാസികളും തുല്യമാണെന്ന് വെറുതെ കരുതി കളയണ്ട. രണ്ടും ഈക്വൽ അല്ല കേട്ടോ. വഅസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. അസ്ഹാബുൽ ജന്ന സ്വർഗത്തിലെത്തിയവരാണ്, സ്വർഗാവകാശികളാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം നേടിയവർ, അവയവം കേടാക്കാതെ കൊണ്ടുപോയവർ. അതുകൊണ്ട് ഇന്ദ്രിയത്തെ, അവയവത്തെ, ആകാശത്തിൻ്റെ അവയവത്തെ, ഭൂമിയുടെ അവയവത്തെ ഗർഭപാത്രത്തിൽ കേടാക്കാതെ ഇവിടെ എത്തിച്ചാൽ പ്രയോജനപ്പെടുവെന്ന പോലെ ആകാശത്തിൻ്റെ അവയവത്തെ, സിക്സ്ത് ഓർഗനെ, ആറാം ഇന്ദ്രിയത്തെ, മനസ്സിനെ കേടാക്കാതെ കൊണ്ടുപോകാനുള്ള ലക്ഷണമാണ്. അതുകൊണ്ട് അസൂയ നമ്മളോട് സൂചിപ്പിക്കുന്നു, വിശപ്പ് സൂചിപ്പിക്കുന്ന പോലെ ബോഡി കേടാകാൻ പോവുകയാണ്. ദാഹം സൂചിപ്പിക്കുന്നത് പോലെ അഹങ്കാരം പറയുന്നു, നിന്റെ മനസ്സ് സ്വർഗത്തിന് ഭാഗമല്ല കേട്ടോ, ഞാൻ അപകടത്തിലാണ്. അസൂയ പറയുന്നു, ഞാൻ അപകടത്തിലാണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള വെറുപ്പ് പറയുന്നു, ഞാൻ അപകടത്തിലാണ്, മനുഷ്യരോട് വെറുപ്പ്. പക പറയുന്നു, ഞാൻ അപകടത്തിലാണ്, എന്നെ രക്ഷിക്കണേ. കുശുമ്പ് പറയുന്നു, ഞാൻ അപകടത്തിലാണ്, രക്ഷിക്കണേ. ആ വിളി അള്ളയെ മറന്നവൻ കേൾക്കൂല. അള്ളയെ മറന്നവൻ ആ വിളി കേൾക്കൂല, അതിനൊത്തും നീങ്ങൂല. അവൻ തെമ്മാടിയാണ്, ഏത് തോന്യാസവും എവിടെ വെച്ചും ചെയ്തു കളയും. അതാണ് ഇന്ന് ലോകത്തിൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ 95% ഗതികേട്. ഇത് മാറ്റണ്ടേ? ഈ കേട് തീർക്കണ്ടേ? കേട് തീർക്കാൻ ആരുടെ കയ്യിലാണ് മരുന്നുള്ള? ഷഹ്റു റമളാൻ. ഭൂമിയിൽ നിന്ന് ഭക്ഷണം കിട്ടി ശരീരം വളരും പോലെ ആകാശത്തു നിന്ന് വന്ന റൂഹിൻ്റെ ഭക്ഷണം ആകാശത്തിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് തന്നെയാകണം. ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ തീർക്കണം. ഖുർആൻ ഓതാത്ത ഒരു മനസ്സും നന്നാവൂല. ഞാൻ പറഞ്ഞേക്കട്ടെ, ചില ആളുകൾ ഖുർആൻ പഠിക്കണം, പഠിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ പഠിക്കലിനപ്പുറത്താണ് ഓതൽ. എത്ര അധികം ഓതാമോ? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തടഞ്ഞു. കാരണം ഞാൻ അന്ന് പകൽ മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നമസ്കാരം, പകലൊരു ദിവസം കൊണ്ടൊരു ഖത്തം. ഇതിന് അനുവാദം ചോദിച്ച് റസൂലുള്ളാഹി അടുക്കൽ പോയി. പറ്റില്ല, ഇല്ല നബിയെ, എനിക്കത് പറ്റും. അവസാനം ചുരുക്കി കൊടുക്കേണ്ടി വന്നു. ഒരു ദിവസം ഒരു ഖത്തം. എത്ര പ്രാവശ്യം, എത്ര അധികം ഖുർആൻ ഓകുന്നുവോ അത്ര കണ്ട് നിന്റെ മനസ്സിന് പോഷണം കിട്ടും. കാരണം നിന്റെ ആകാശത്തിൻ്റെ മനസ്സിന് ആകാശത്തിൻ്റെ വജസാണ്, ആകാശത്തിൻ്റെ മനസ്സിന് ആകാശത്തിൻ്റെ വജസാണ് പോഷണം, ഭക്ഷണം. അതുകൊണ്ട് ഷഹ്റു റമളാൻ അല്ലതീ, നിന്റെ ശരീരത്തിൻ്റെ ഇച്ഛയെ, ആനിമൽ ഇൻസ്റ്റിങ്റ്റിനെ ഭക്ഷണം മുടക്കി തടുത്തു നിർത്തിയ നീ നിന്റെ അസ്തിത്വത്തിൻ്റെ മേൽഘടകമായ മനസ്സിനെ ആകാശത്തിൻ്റെ ഭക്ഷണം കൊടുത്ത് നീ വളർത്തണം. പരിശുദ്ധ പള്ളിയിൽ വന്നാൽ
ജുമായ്ക്ക് വന്ന ഖുർആൻ എടുത്തു വെച്ച് പണ്ട് നമ്മൾ ഓതുമായിരുന്നു. ഇപ്പോൾ ആരും ഓതുന്നൊന്നും കാണുന്നില്ല. വന്നപ്പോൾ 1-2 സഹോദരങ്ങൾ ഓതുന്നത് കണ്ടു. ഖുർആൻ എടുത്തു വെച്ച് ഓതിൻ, നിങ്ങൾ അർത്ഥം അറിഞ്ഞും അറിയാതെയും ഓതിൻ. ഖുർആൻ കൊണ്ട് മാത്രമേ ഈ മനസ്സിൻ്റെ അഴുക്ക് കേട് നീങ്ങൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് റമദാൻ ഒരു വലിയ പ്രൊജക്റ്റ്, വമ്പൻ പ്രൊജക്റ്റാണ്. ഒരു ഓർഗനുണ്ട്, അത് കേടാകാതെ തിരിച്ചു കൊണ്ടുപോകണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അന്ന് സമ്പത്തും സന്താനവും ഒരു ഉപകാരവും ചെയ്യില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിൻ്റെ അടുക്കൽ പരിക്ക് പറ്റാത്ത, അപകടമില്ലാത്ത, കേടുപാടുകളില്ലാത്ത സലീമായ കൽബ് കൊണ്ടുപോയി കൊടുത്തവനല്ലാതെ. എന്തു വാക്കുകളാണല്ലോ പറഞ്ഞു തരണേ. കേടില്ലാത്ത, പരിക്കില്ലാത്ത, അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പ് കൊണ്ടുപോയി റബ്ബേ ഇന്നാ ഞാൻ പരമാവധി കേടില്ലാതെ നിന്നെ തിരിച്ചേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞവനല്ലാതെ അന്ന് ഒരവയവുമായും പോയിട്ടും കാര്യമില്ല. നല്ല കണ്ണും നല്ല കാതും നല്ല കൈയും നല്ല കാലും ഒന്നും ഉപകരിക്കില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പരിക്ക് പറ്റാത്ത, അപകടരഹിതമായ. ഞാൻ വെറുതെ അല്ല പരിക്ക് പറ്റാതായി കേടാക്കാതെ നോക്കണം കൽബെന്ന് പറഞ്ഞ്. കേടാകാത്ത കൽബുമായിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. കേടേതാ? കേട് നമ്മളോട് ഓരോ ദിവസവും നമ്മുടെ മനസ്സ് തന്നെ വിളിച്ചു പറയുന്നു, എന്നിൽ അസൂയുണ്ട്, നന്നാക്കിത്ത. എന്നിൽ അഹങ്കാരമുണ്ട്, നന്നാക്കിത്ത. എന്നിൽ വെറുപ്പുണ്ട്, നന്നാക്കിത്ത എന്ന് കരയുന്നു നമ്മുടെ കൽബ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിൻ്റെ ട്രെയിനിങ് കോഴ്സാണ് റമദാൻ വരികയാണ്. അതുകൊണ്ടാണ് ഇത് ആഘോഷമാകുന്നത്, മണ്ണിനും വിണ്ണിനും ആഘോഷമാകുന്നത്, സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു വയ്ക്കപ്പെടുന്നത്, നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുന്നത്. എന്താ ഈ തുറക്കുക അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരട്ടെ. പിശാചിനെ ചങ്ങലക്കിട്ടുകൊണ്ട് നമുക്ക് സപ്പോർട്ട് നൽകുന്നത് അള്ളാഹു താല. എല്ലാ ദുഷ്പ്രേരണകളിൽ നിന്നും ഒരല്പം ഈമാൻ വെച്ച് പരിശുദ്ധ റമദാനിലേക്ക് ആവേശപൂർവ്വം കടന്നു പോകാൻ ശ്രമിച്ചാൽ അത് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പരിക്കില്ലാത്ത ആ മനസ്സിൻ്റെ ആനന്ദവും ആസ്വാദനവും എന്താണെന്ന് നമുക്ക് പരിശുദ്ധ റമദാനിലൂടെ അറിയാൻ അള്ളാഹു തരുന്ന സുവർണാവസരമാണ്. അള്ളാഹുമായുള്ള അടുപ്പം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ആ വലിയ അവസരത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. റബ്ബ് തആല നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ